സാർ ഉന്നതമായ ജോലിയും സാർ ഉന്നതമായ ജോലിയും ഉയർന്ന ശമ്പളവും സാർ ഏത് കാലത്തും നമ്മുടെ രാജ്യത്തെ യുവതയുടെ ഒരു സ്വപ്നമാണ് സാർ. സാർ അതീവ ഗൗരവമായ ഒരു പ്രശ്നം ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. സാർ എറണാകുളം ജില്ലയിലെ അന്ന സെബാസ്റ്റ്യൻ എന്ന മലയാളിയായിട്ടുള്ള 26 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അകാലമായ വിയോഗം നമ്മളെല്ലാം നെടുക്കമുളവാക്കിയിട്ടുള്ളതാണ്. സാർ ഉദാരീകൃത സാമ്പത്തിക വ്യവസ്ഥയിൽ കീഴിൽ തഴച്ചു വളരുന്ന മനുഷ്യജീവന് തെല്ലും വില കൽപ്പിക്കാത്ത വിഷലിപ്തമായ തൊഴിൽ സംസ്കാരത്തെയാണ് സാർ ഇന്ന് കോർപ്പറേറ്റുകൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ മുൻനിര അക്കൗണ്ട് കമ്പനികളിൽ ഒന്നായ EY ഗ്ലോബലിന്റെ ഇന്ത്യൻ അംഗമായിട്ടുള്ള SR ബാറ്റ്ലിബോയിൽ ചാർട്ടേഡ് അക്കൗണ്ടായിരുന്നു 26-കാരിയായിരുന്ന അന്ന. സാർ ജോലിയിൽ ചേർന്ന് 4 മാസം പൂർത്തിയാകുമ്പോഴേക്കും അമിത ജോലിഭാരം മൂലം അവരുടെ ജീവൻ തന്നെ അപഹരിച്ചിരിക്കുകയാണ് സാർ. സാർ ജൂലൈ മാസം 20-ാം തീയതിയാണ് അന്നയുടെ മരണം സംഭവിക്കുന്നത്. സാർ മകളുടെ മരണത്തിന് കാരണം ഓഫീസിലെ ജോലിഭാരവും അതുപോലെ തന്നെ കടുത്ത സമ്മർദ്ദവുമാണെന്ന് ആ കുട്ടിയുടെ മാതാവ് സ്ഥാപന മേധാവിക്ക് അയച്ച കത്ത് 2 മാസം കഴിഞ്ഞ് പുറത്തു വന്നതോടുകൂടിയാണ് സാർ പുറം ലോകം ഞെട്ടിപ്പിക്കുന്ന വിവരം അറിയുന്നത്. സാർ തൊഴിൽ മേഖലകളിൽ പ്രത്യേകിച്ച് കോർപ്പറേറ്റ് കമ്പനികളിലെ അപകടകരമായിട്ടുള്ള തൊഴിൽ രീതികളും മേധാവികളുടെ സമീപനവുമാണ് സാർ ഞായറാഴ്ചകളിൽ പോലും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജോലി ചെയ്യിപ്പിക്കുന്ന പതിവ് ഈ കോർപ്പറേറ്റ് കമ്പനികളിൽ തുടരുകയാണ് സാർ. സാർ എന്ത് കഷ്ടപ്പാടും സഹിക്കുവാൻ ഇന്ന് നമ്മുടെ യുവത തയ്യാറാണ്. ഉയർന്ന വിദ്യാഭ്യാസം നേടിയാൽ പോലും മികച്ച ജോലി പലർക്ക് കിട്ടാറില്ല. ആദ്യം ലഭിക്കുന്ന ജോലിക്ക് കഴിവും പരിചയവും തേടി പിന്നീട് ഉയർന്നു പോകാമെന്ന പ്രതീക്ഷയാണ് സാർ പലരെയും ഈ കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. സാർ മതിയായ ഉറക്കമോ വിശ്രമമോ ഇല്ലാതെയാണ് ഈ പെൺകുട്ടി തളർന്നു പോയതെന്നാണ് ആ വീടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സാർ ഈ അവസ്ഥയിലാണ് സാർ വളരെ നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിലരഹിതരായിട്ടുള്ളവർ ഇന്ന് തൊഴിൽ കയറി കഴിഞ്ഞാൽ അവർ നേരിടുന്ന ഏറ്റവും ഗൗരവമുള്ള ചൂഷണം, അവർ അനുഭവിക്കുന്ന പ്രയാസം, അതാണ് സാർ ഞാൻ ഈ സഭയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. സാർ പ്രതിപക്ഷം ഇവിടെ വിളിച്ചു കൂടുന്നവരല്ല സാർ. ലക്ഷക്കണക്കിന് വരുന്ന പാവങ്ങൾ ഈ രാജ്യത്ത് IT കമ്പനികളിൽ അതുപോലെ തന്നെ പുതിയ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവർ അനുഭവിക്കുന്ന വേദനയാണ് സാർ. അതെനിക്ക് സമയം തരണം സാർ. സമയം തരാൻ പറ്റില്ല. സാർ അന്നയുടെ ജീവൻ അപഹരിക്കപ്പെട്ടതുപോലെ മനുഷ്യത്വഹീനമായ ഒരു നടപടിയും ഇനി ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സാർ ഞാൻ ഈ വിഷയം ഇവിടെ കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. സാർ കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ടുള്ള ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുവാൻ രക്ഷകർത്താക്കൾ ഇടപെടണമെന്നാണ് സാർ. കേന്ദ്ര ഗവൺമെന്റ് ഒരു അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞെങ്കിൽ പോലും കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ് സാർ സംരക്ഷിക്കപ്പെടാൻ പോകുന്നത് സംശയിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന IT കമ്പനികളിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ പണിയെടുക്കുന്ന ഈ തൊഴിലാളികളുടെ തൊഴിലും അവകാശവും സംരക്ഷിക്കുവാനും അമിതമായിട്ടുള്ള ജോലിഭാരം ഉറപ്പാനും ഇടപെടണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ബഹുമാന്യരായ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ച അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം, അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യാം എന്ന് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. ഇപ്പോൾ ആകെ പെട്ടുപോയ പ്രതിപക്ഷം എങ്ങനെയെങ്കിലും അടിയന്തര പ്രമേയ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടാനുള്ള നീക്കമാണ് സാർ നടത്തുന്നത്. എങ്ങനെയെങ്കിലും ജീവൻ കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ഒരു കാരണവശാലും പ്രതിപക്ഷത്തിന്റെ ആ നീക്കത്തെ അനുവദിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട CM. സർ, എറണാകുളം കങ്ങരപ്പടി സ്വദേശിനി 26 വയസ്സുള്ള അന്ന സെബാസ്റ്റ്യൻ ഏണസ്റ്റ് ആൻഡ് യങ് എന്ന കമ്പനിയുടെ പൂനെയിലുള്ള ഓഫീസിൽ ജോലി ചെയ്തു വരവേ താമസസ്ഥലത്ത് കുഴഞ്ഞു വീണതിനെ തുടർന്ന് 21/7/2024 മരണപ്പെടുകയുണ്ടായി. തുടർന്ന് കമ്പനി ചെയർമാൻ അയച്ച കത്തിൽ
ജോലിസ്ഥലത്ത് ഇളവ് ലഭിക്കാതെയും അമിത ജോലിഭാരവും സമ്മർദ്ദവും അനുഭവിച്ചിരുന്നതായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താമെന്ന് കമ്പനി അധികൃതർ ഉറപ്പു നൽകിയതായി അറിവായിട്ടുണ്ട്. അന്ന സെബാസ്റ്റ്യൻ്റെ മരണത്തിൽ ദുരൂഹതയൊന്നും കണ്ടെത്തിയിട്ടില്ലാത്തതിനാൽ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തില്ലെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. വിശ്രമമില്ലാത്ത ജോലിയും പിരിച്ചുവിടൽ ഭീഷണിയും തൊഴിലവകാശങ്ങൾ നിഷേധവുമൊക്കെ IT രംഗത്തുൾപ്പെടെ ചില തൊഴിൽ മേഖലകളിലുണ്ടെന്ന ആക്ഷേപമുണ്ട്. സംസ്ഥാനത്തെ IT പാർക്കുകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുമായി ഒപ്പുവെച്ചിട്ടുള്ള പാട്ടക്കരാറിൽ സംസ്ഥാനത്ത് നിലവിലുള്ള എല്ലാ തൊഴിൽ നിയമങ്ങളും പാലിച്ചിരിക്കണമെന്ന നിബന്ധന ചെയ്തിട്ടുണ്ട്. പ്രസ്തുത നിബന്ധനകൾ പാലിക്കാത്ത പക്ഷം ജീവനക്കാർക്ക് നിലവിലുള്ള നിയമവ്യവസ്ഥകൾക്ക് അനുസൃതമായി നടപടികൾ തേടാനും കഴിയും. കോവിഡിന് ശേഷം കൂടുതൽ കമ്പനികൾ വർക്ക് ഫ്രം ഹോം സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിലവിലുള്ള തൊഴിൽ നിയമങ്ങളിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ സമയക്രമം പരാമർശിച്ചിട്ടില്ല. രാജ്യത്ത് എല്ലാ മേഖലകളിലും തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. നോട്ടീസിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. സർ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വണങ്ങിയത് ആരാണെന്ന് തിരിഞ്ഞങ്ങ് ചോദിച്ചാൽ മതി. ഇങ്ങോട്ട് നോക്കിയിട്ട് ഇത്തരം മുദ്രാവാക്യം വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. സർ, ഗോൾവാൾക്കറുടെ ആഘോഷത്തിൻ്റെ മുന്നിൽ അവിടെ ചിത്രവും വെച്ച് അതിൻ്റെ മുന്നിൽ വണങ്ങിയത് ആരാണെന്ന് സ്വന്തം നേതാവിനോട് ചോദിക്ക്. എന്നാലും മനസ്സിലാവും RSSന് ആരാണ് വണങ്ങുന്നത്. ശ്രീ PP ചിത്തരഞ്ജൻ ക്വസ്റ്റ്യൻ. സാർ, ഈ മരണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം നടത്തണമെന്ന കേന്ദ്ര ഗവൺമെന്റിനോട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അഭ്യർത്ഥിക്കുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പൊതുവെയുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് ജോലിയുടെ അധിക ഭാരം സംബന്ധിച്ചാണ്. അത് പൊതുവെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് വരുന്നത്.